നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിലെ ഒരു അത്ഭുതകരമായ ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇവിടെ എത്തുന്ന ഭക്തർ ദൈവാനുഗ്രഹവും മനസ്സമാധാനവും ലഭിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന്റെ മനോഹരമായ വാസ്തുവിദ്യയും വിശുദ്ധമായ അന്തരീക്ഷവും ഏവരെയും ആകർഷിക്കുന്നു. ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ദർശനത്തിനായി എത്തുന്നത്. നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ? സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമന്റിൽ പങ്കുവെക്കൂ. ഇത്തരത്തിലുള്ള കേരള വിശേഷങ്ങളും ഭക്തി വീഡിയോകളും കാണാൻ ലളിതാംബിക ശ്രീപാദ്മം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ്. അനന്തശയനത്തിൽ ആദിശേഷന്മേൽ ശ്രീ മഹാവിഷ്ണു വിരാജിക്കുന്ന ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളായി ഭക്തിയുടെയും ആത്മീയതയുടെയും കേന്ദ്രമായി നിലകൊള്ളുന്നു. 7 നിലകളുള്ള മനോഹരമായ ഗോപുരവും ദ്രാവിഡ കേരള വാസ്തുവിദ്യയുടെ അതുല്യമായ ശൈലിയും ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. തിരുവിതാംകൂർ രാജവംശവുമായി ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ബന്ധമുണ്ട്. മഹാരാജാവ് മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം രാജാക്കന്മാർ സ്വയം ശ്രീ പത്മനാഭദാസൻ എന്ന വിശേഷണം സ്വീകരിച്ചു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നു. ചരിത്രവും വിശ്വാസവും വാസ്തുവിദ്യയും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന കേരളത്തിന്റെ മഹത്തായ പൈതൃകങ്ങളിൽ ഒന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. നന്ദി. ഹരി ഓം.